മറ്റൊരു വാർത്ത ഇപ്പോൾ വന്നത് കായംകുളത്ത് സഹോദരൻ്റെ കുത്തേറ്റ് യുവാവ് മരിച്ചു എന്നുള്ള കാര്യമാണ്. കുറ്റിത്തെരുവ് ലക്ഷം വീട് കോളനിയിൽ സാദിഖാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ ഷാജഹാനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെയാണ് ഈ സംഭവം. മനീഷ് മഹിബാൽ ടെലിഫോണിൽ ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ, ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നിട്ടും ഇവർക്കൊന്നും സഹോദര സ്നേഹമൊന്നും ഇല്ലെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കേരളം എങ്ങോട്ടാണ് എൻ്റെ മനീഷ പോകുന്നത്? അതെ എസ് കെ, ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രി 9 മണിക്കാണ്. പക്ഷേ ഈ സഹോദരൻ മരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ്. സാദിക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുന്നത്. രാത്രി 9 മണിക്ക് ഇവർ മദ്യപിച്ചെത്തിയെന്നാണ് പോലീസ് പറയുന്നത്. മദ്യപിച്ചെത്തിയ ശേഷം ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. അതിനിടയിലാണ് സാദിക്ക് കുത്തേറ്റ് നിലയിലായത്. ഇങ്ങനെ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ അവിടെ സമീപത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ആഴത്തിലുള്ള മുറിവായത് കാരണം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ രാത്രി തന്നെ സാദിക്കിന് 38 വയസ്സാണ്. സാദിക്കിനെ രാത്രി തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷെ അവിടെ എത്തിയിട്ട് ഗുരുതരാവസ്ഥ തുടർന്നു. അവിടെ ഇന്ന് രാവിലെയാണ് സാദിക്ക് മരിച്ചത്. ഈ എന്താണ് കാരണമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ പെട്ടെന്നുള്ള പ്രകോപനമാണെന്നാണ് പോലീസിന്റെ സംശയം. മറ്റൊന്നും ഈ പ്രതി ഷാജഹാൻ പറഞ്ഞിട്ടില്ല. കുറ്റിത്തെരുവിലാണ് ഇവർ വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇവർക്ക് മറ്റാരും ഇല്ലെന്ന് കൂടി അറിയുന്നു. ഒപ്പം തന്നെ ഇരുവരും ഡ്രൈവർമാർ കൂടിയാണ്. രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഒരേ സ്ഥാപനത്തിലെ വാഹനങ്ങളിലാണ് ജോലി ചെയ്യുന്നത് കൂടിയുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഈ ലക്ഷം വീട് കോളനിയിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത്. കായംകുളം കുറ്റിത്തെരുവ് ദേശത്തിന് അകത്തിലുള്ള ലക്ഷം വീട് കോളനിയിലാണ് ഇവർ വർഷങ്ങളായി താമസിക്കുന്നത്. എന്താണ് ഇന്നലെ ഉണ്ടായ ഈ മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടയിലാണ് അനിയൻ സാദിഖിനെ ജ്യേഷ്ഠൻ ഷാജഹാൻ കുത്തി കൊലപ്പെടുത്തിയത്. നിലവിൽ ഇയാളെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എസ് കെ, ജ്യേഷ്ഠന്മാരില്ലാത്ത നല്ലത്. മനീഷ് മഹിബാൽ, ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.